പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +1 ഏകജാലക പ്രവേശനത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാം അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഒന്നാം അലോട്ട്മെൻറ്റിൻ്റെ ഫലം school.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കൂടി വേണം നോക്കാനായിട്ട്. ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് ലെറ്റർ കാണാനും സാധിക്കും. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അലോട്ട്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും, അലോട്ട്മെൻറ്റ് ലെറ്റർ കാണാൻ സാധിക്കും. പ്രവേശനത്തിന് ഹാജരാകേണ്ട ദിവസവും പ്രവേശനത്തിന് വേണ്ട രേഖകളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതെല്ലാം സൈറ്റിൽ തന്നെ ഉണ്ടാകും. എന്താണ് ആദ്യ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ഏകജാലക അപേക്ഷയിൽ നൽകിയ ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ റാങ്ക് ലിസ്റ്റാണ് ആദ്യ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് നമ്മൾ ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ആദ്യം നൽകിയ ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്, ഫസ്റ്റ് ഓപ്ഷൻ. ആ അടിസ്ഥാനത്തിൽ ഏത് സ്കൂളാണോ നമ്മൾ ആദ്യം വെച്ചത് അല്ലെങ്കിൽ രണ്ടാമത് വെച്ചത്, അത് നമ്മളുടെ മാർക്കിൻ്റെ റാങ്ക് നില അനുസരിച്ചിട്ട് അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ ആ ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ജൂൺ 3 രാവിലെ 10 മണി മുതൽ ജൂൺ 5 വൈകിട്ട് 5 മണി വരെ പ്രവേശനം നേടാം. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ജൂൺ 3, 2025 ജൂൺ 3 എന്ന് പറയുന്നത് നാളെയാണ്. നാളെ രാവിലെ 10 മണി മുതൽ ജൂൺ 5 വൈകിട്ട് 5 മണി വരെയാണ് ആദ്യ അലോട്ട്മെൻറ്റിൻ്റെ പ്രവേശനം. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാതിരിക്കുന്ന വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കില്ല. അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം ഏത് സ്കൂളിലാണോ നമ്മൾക്ക് പ്രവേശനം കിട്ടിയേക്കണത് ആ സ്കൂളിൽ ചെന്ന് നമ്മൾ പ്രവേശനം നേടാതിരുന്നാലേ പിന്നെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിലൊന്നും പരിഗണിക്കില്ല. ഇതിൽ നിന്ന് റിജക്റ്റായി പോകും. താൽക്കാലിക പ്രവേശനവും സ്ഥിര പ്രവേശനവും എന്താണ്? താൽക്കാലിക പ്രവേശനം അല്ലെങ്കിൽ സ്ഥിര പ്രവേശനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകജാലക അപേക്ഷയിൽ നൽകിയ ഒന്നാം ഓപ്ഷൻ തന്നെ അലോട്ട്മെൻറ്റിൽ ലഭിച്ചെങ്കിൽ ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം. അപ്പോൾ അപേക്ഷയിൽ നൽകിയ ഒന്നാം ഓപ്ഷനിൽ തന്നെ കിട്ടിയ, അതായത് ഒന്നാം ഓപ്ഷൻ തന്നെ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ വെച്ച സ്കൂളും ആ സബ്ജക്റ്റുമാണ് കിട്ടിയതെങ്കിൽ, അപ്പോൾ നമ്മൾ വെച്ച സബ്ജക്റ്റ് തന്നെ കിട്ടിയല്ലോ, വെച്ച സ്കൂളും കിട്ടിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് ലഭിച്ചതെങ്കിൽ ഫീസ് അടച്ചിട്ട് പെർമനൻ്റ് പ്രവേശനം നേടണം. പിന്നെ വേറെ ഒന്നുണ്ട്, താൽക്കാലിക പ്രവേശനം. ഒന്നാം ഓപ്ഷൻ ലഭിക്കാത്തവർക്ക് മറ്റ് ഓപ്ഷനുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ താൽക്കാലിക പ്രവേശനം നേടിക്കൊണ്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ ഉയർന്ന ഓപ്ഷൻ കിട്ടുമോ എന്ന് കാത്തിരിക്കാം. അതായത് ഓപ്ഷനുകൾ കൂടുതൽ വെച്ചിട്ടുള്ളവർക്ക് നമ്മൾ ഉദ്ദേശിച്ച ഓപ്ഷൻ കിട്ടിയില്ല എങ്കിൽ, വേറെ ഓപ്ഷനാണ് കിട്ടിയെങ്കിൽ നമ്മൾ ഏത് സ്കൂളിലാണോ നമ്മൾക്കിപ്പോൾ അലോട്ട്മെൻറ്റിന് വന്നേക്കുന്നത് ആ സ്കൂളിൽ ചെന്നിട്ട് താൽക്കാലിക പ്രവേശനം നേടിയെടുക്കണം. താൽക്കാലിക പ്രവേശനം നേടിയെടുത്തുകൊണ്ട് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് ഹയർ ഓപ്ഷൻ കൊടുക്കണം. അത് അവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിനോട് പറഞ്ഞ് ടീച്ചർ ആ ഓപ്ഷൻ കൊടുത്തോളും. അപ്പോൾ ഹയർ ഓപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ താൽക്കാലിക ഓപ്ഷൻ കൊടുത്ത് ഹയർ ഓപ്ഷൻ കൊടുക്കണം. എന്നിട്ട് അടുത്ത ഓപ്ഷൻ വരെ കാത്തിരിക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ ലഭിക്കാത്തവർക്ക് വേണമെങ്കിൽ ഉയർന്ന ഓപ്ഷനുകളൊക്കെ റദ്ദ് ചെയ്ത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സ്ഥിര പ്രവേശനവും നേടാം. താൽക്കാലിക പ്രവേശനം നേടുന്നവർക്ക് ആവശ്യമെങ്കിൽ തിരഞ്ഞെടുത്ത ഏതാനും ഉയർന്ന ഓപ്ഷനുകൾ മാത്രമായി റദ്ദാക്കുകയും ചെയ്യാം. താൽക്കാലിക പ്രവേശനത്തിന് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി സ്ഥിര പ്രവേശനം നേടാൻ ഫീസ് അടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
അടയ്ക്കേണ്ട ഫീസിനെ സംബന്ധിച്ച വിവരം അലോട്ട്മെൻറ്റ് ലെറ്ററിൽ നമുക്ക് ലഭിക്കും. സൈറ്റിൽ നിന്നും ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് ലെറ്ററിൽ എത്ര രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് എന്ന് അതിൽ ഉണ്ടാകും. പ്രവേശന സമയത്ത് സ്കൂളിൽ നേരിട്ട് അത് കൊടുത്താൽ മതി. അങ്ങനെയാണ് സ്ഥിരപ്രവേശനം നേടേണ്ടത്. ഇനി പ്രവേശനം നേടാൻ ആവശ്യമായ രേഖകൾ ഏതെല്ലാം? കാൻഡിഡേറ്റ് ലോഗിനിൽ നിന്നും ലഭിക്കുന്ന, അതായത് സ്റ്റുഡൻസിന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന 2 പേജ് അലോട്ട്മെൻറ്റ് ലെറ്റർ, അതായത് അവിടെ നിന്നും കിട്ടുന്ന അലോട്ട്മെൻറ്റ് ലെറ്റർ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അത് നമ്മൾക്ക് ഈ അലോട്ട്മെൻറ്റ് കിട്ടി എന്നും പറഞ്ഞുള്ള ഒരു ലെറ്റർ ഉണ്ട്, അത് പ്രിൻ്റ് ഔട്ട് ചെയ്തെടുക്കണം. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വിടുതൽ സർട്ടിഫിക്കറ്റ് TC, പിന്നെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്. ബോണസായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ, അതായത് NCL നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ നമ്മൾക്ക് കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ്, അതൊക്കെ ഉണ്ടെങ്കിൽ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ ഒരു വിഭാഗമാണെങ്കിൽ അതിൻ്റെയും കൂടി സർട്ടിഫിക്കറ്റ് എല്ലാം കൂടി വേണം സ്കൂളിൽ ഹാജരാക്കാനായിട്ട്. താൽക്കാലിക പ്രവേശനം നേടുന്നവരുടെ സർട്ടിഫിക്കറ്റുകൾ സ്കൂളിൽ സൂക്ഷിച്ചു വയ്ക്കും. ഇനി അടുത്തത്, ആദ്യ അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിക്കാത്തവർ എന്ത് ചെയ്യണം? ആദ്യ അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിക്കാത്തവർ എന്ത് ചെയ്യണം? ഏകജാലക പ്രവേശന പ്രക്രിയയിൽ ആദ്യഘട്ടത്തിൽ 3 അലോട്ട്മെൻ്റ് ഉണ്ട്. ആദ്യഘട്ടത്തിൽ 3 അലോട്ട്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ ജൂൺ 10 2ാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ ഇപ്പോൾ അലോട്ട്മെൻറ്റിൽ പ്രവേശനം കിട്ടാത്തവർ വിഷമിക്കേണ്ട, 2ാമത്തെ അലോട്ട്മെൻറ്റാണ് ജൂൺ 10 പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ആ അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 3ാമത്തെ അലോട്ട്മെൻറ്റ്, അത് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ആ അലോട്ട്മെൻറ്റിലും വേണ്ടി കാത്തിരിക്കണം, 2ാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ. പിന്നെ വേറെ ഒന്നുണ്ട്, 1ാം അലോട്ട്മെൻറ്റിൽ ഇഷ്ടപ്പെട്ട ഓപ്ഷൻ ലഭിച്ചില്ല, അഡ്മിഷൻ എടുക്കണോ? അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് വരാം. അപ്പോൾ അഡ്മിഷൻ എടുക്കണം, അതാണ് ആൻസർ. നമുക്ക് 1ാമത്തെ അലോട്ട്മെൻറ്റിൽ നമ്മൾ ഉദ്ദേശിച്ച സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓപ്ഷൻ കിട്ടിയില്ല എങ്കിലും നമ്മൾ ഏത് സ്കൂളിലാണോ ഓപ്ഷൻ കിട്ടിയത് അവിടെ ചെന്നിട്ട് താൽക്കാലികമായിട്ട് പ്രവേശനം നേടണം. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാതിരിക്കുന്ന വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കില്ല. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിർബന്ധമായും പ്രവേശനം നേടണം. ഇഷ്ടപ്പെട്ട ഓപ്ഷൻ ലഭിച്ചില്ല എങ്കിൽ താൽക്കാലിക പ്രവേശനം നേടി 2ാം അലോട്ട്മെൻറ്റിലെ പ്രവേശന സാധ്യതയ്ക്കായിട്ട് കാത്തിരിക്കണം. അപ്പോൾ ഒരിക്കലും 1ാമത്തെ അലോട്ട്മെൻറ്റിൽ നമ്മൾക്ക് കിട്ടി, പക്ഷെ അത് നമ്മൾ ഉദ്ദേശിച്ച സ്കൂളും അല്ല, ഉദ്ദേശിച്ച ഓപ്ഷനും അല്ല എങ്കിലും നിങ്ങൾ കിട്ടിയ ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ സ്കൂളിൽ പോയിട്ട് പ്രവേശനം താൽക്കാലികമായിട്ട് നേടിയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് പോകാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ താൽക്കാലികമായിട്ടാണ് ഓപ്ഷൻ എടുക്കുന്നത്, പ്രവേശനം ചെയ്യുന്നത് എന്ന് അവിടെ ഇരിക്കുന്ന ടീച്ചറോട് പറയണം. അപ്പോൾ ഹയർ ഓപ്ഷനിലേക്ക് അപ്ലൈ ചെയ്യണം എന്ന് പറയണം. അപ്പോൾ അവർ ഹയർ ഓപ്ഷനിലേക്കുള്ള ഓപ്ഷൻ കൊടുക്കും. എന്നാൽ മാത്രമേ സെക്കൻഡ് ഓപ്ഷനിലേക്കും തേർഡ് ഓപ്ഷനിലേക്കും നമ്മൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി സെക്കൻഡ് ഓപ്ഷൻ വരുമ്പോൾ അടുത്ത വിവരങ്ങളുമായിട്ട് വേഗം തന്നെ ഞാൻ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.